ദേവതയായിട്ട് കാണുന്നു, അതേ സ്ഥാനത്ത് ഭദ്രകാളി ബാധയായിട്ട് ഉപദ്രവിക്കുന്നു. ജനിച്ചപ്പോഴേ ഈ ആൾക്കാർ എനർജി സക്കേഴ്സ് എന്ന്, അതായത് വാമ്പയേഴ്സ് എന്ന് പറയും. ആദ്യം നമ്മൾ പഠിക്കണ്ടേ നമ്മുടെ എനർജീനെ നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ ചുറ്റിലുള്ള ഫ്രീക്വൻസി ചേഞ്ച് ആവാൻ തുടങ്ങും. ഈ ഓറ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നതാണോ? ഇപ്പോ ഞാൻ അങ്ങയുടെ അടുത്തിരിക്കുകയാണ്, അപ്പൊ എന്റെ ഓറ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുമോ? ഒരു ഹീലർ ഓറ കാണാൻ പറ്റണോ? ഈ ഓറ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചക്രകൾ ആകത്തുകയാന്ന് പറ. നമുക്ക് ആരോടാണ് സംസാരിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്, അതിന്റെ അർത്ഥം അയാൾ ഓറ നല്ലതായിരിക്കും. പിന്നെ വീടിനെ ഹീൽ ചെയ്യാം, നമ്മളൊരു വീടിനെ നമുക്ക് ഹീൽ ചെയ്യാം. പക്ഷെ ഈ ഗുരുക്കന്മാർക്കൊരു പവർ ഉണ്ട്. ഈ ശ്രീബുദ്ധൻ ഈ സ്ത്രീയും ചെയ്ത പോലെ അവരെ കർമ്മേനെ അവർക്ക് എടുക്കാൻ പറ്റും. ചില ബ്ലെസ്സിങ്സിന് ഈ കർമ്മസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവും, പവർ ഉണ്ടാവും. നമ്മളിപ്പം ഇതിൽ കാണുമ്പോൾ ദേവതയായിട്ട് കാണുന്നു, അതേ സ്ഥാനത്ത് ഭദ്രകാളി ബാധയായിട്ട് ഉപദ്രവിക്കുന്നു. എങ്ങനെ പറ്റുന്നു? ഒരേ എനർജി അല്ലേ. അത് ഇന്റൻഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എനർജീന്റെ സ്വഭാവം മാറും. ഇപ്പം ഏത് എനർജി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ എനർജിക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. എനർജി നമ്മൾ എന്താണ് ഇന്റൻഷൻ വെക്കുന്നത്, ആ വൈബ്രേഷൻ ആണ് ഇത് ക്യാച്ച് ചെയ്യുക. നമ്മൾ ചില ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ചിലര് റിസീവേഴ്സ് ആയിരിക്കും, ചിലര് കൊടുക്കുന്ന ആളുകളായിരിക്കും. ചില ആൾക്കാർ ജനിച്ചപ്പോഴേ ഈ ആൾക്കാർ എനർജി സക്കേഴ്സ് എന്ന്, അതായത് വാമ്പയേഴ്സ് എന്ന് പറയും. അങ്ങനെ ഒരു കഴിവുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡ്രെയിൻ ആവാൻ തുടങ്ങും. അത് ജന്മനയില്ല കഴിവ്. എന്തുകൊണ്ടാ വെച്ചാൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ ഈ ടൈപ്സ് ഓഫ് കാര്യങ്ങൾ ചെയ്ത ആളായിരിക്കും. അപ്പോൾ അവരുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പം അത് ഇവിടെ അവരെന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവരറിയാണ്ട് തന്നെ അത് ആക്ടിവേറ്റ് ആവും. അവർക്ക് അത് ചെയ്ത് ആ സോളിന് അതൊരു ശീലമായിട്ടുണ്ടാവും. അത് വിടുന്നു, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഡ്രെയിൻ ആവാൻ തുടങ്ങും. അപ്പൊ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവില്ല. അയാൾ രാത്രി കിടന്നുറങ്ങി, ഈ ഉറങ്ങുന്ന സമയത്താണല്ലോ റീചാർജ് ആവുക. അയാൾ ഉറങ്ങി സാധാരണ കഴിയും. പക്ഷെ ഈ ആള് എന്ത് ചെയ്യും? ഇല്ലാർന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വലിക്കുന്നത് നെഗറ്റീവായാലും പോസിറ്റീവായാലും വലിച്ചോണ്ട് ഇയാൾക്കും പ്രോബ്ലങ്ങൾ വരും. കാരണം എല്ലാവരും എനർജി ഇങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കില്ല. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പോലെ നടക്കാണ്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യം കൃത്യമായി പഠിക്കുക. നമ്മുടെ എനർജീനെ ആദ്യം നമ്മൾ പഠിക്കണ്ടേ, നമ്മുടെ എനർജീനെ നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്യുക. അതായത് വേറെ ആൾക്ക് ഇപ്പം നമ്മൾ ചില ആളെ കണ്ടിട്ടുണ്ട്, മന്ത്രങ്ങൾ കൊല്ലങ്ങളായിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നു, ഒരു ഫലമില്ല. എന്താ സംഭവം? നമ്മൾ ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ, ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ ചുറ്റിലുള്ള എൻറ്റിറ്റീസ്, അങ്ങനെ പലതും ഉണ്ട്. എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രേതങ്ങൾ അതുപോലത്തെ ഇല്ല, ഈ മലയാളത്തിൽ പറയുമ്പോൾ യക്ഷി, ഗന്ധർവ, അങ്ങനത്തെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. ഇവർ ഇതെടുത്താൽ ഈ എനർജി അവർക്കും എനർജി എടുക്കാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും എനർജി അല്ലേ വേണ്ടത്. അപ്പം നമ്മളിത് എപ്പം ജപിക്കുന്ന സമയത്ത് ഈ എനർജി അല്ലേ ഇതെടുത്ത് കൊണ്ടുപോകും. അപ്പം നമ്മൾ സാധാരണ ഇല്ല ഇതുപോലെ. അപ്പം നമ്മുടെ ചക്രകളിൽ ആ ഗുണങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാളടുത്ത് ഈ ഒരു അങ്ങനെ ഒരു എനർജി കൊണ്ടുപോയിട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അത് ഈ പറഞ്ഞ പോലെ സാധാരണ വ്യക്തിക്ക് ഇതാണ്. സാധാരണ വ്യക്തികൾ അല്ല, ഒരു ഹീലർ എങ്ങനെയാണ്? ഇപ്പോൾ ഹീലറുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്, ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്, അപ്പോൾ അവരുടെ കൂടെ ഒരു എൻറ്റിറ്റി ഉണ്ട്. ആ എൻറ്റിറ്റിയാണ് ഇവരുടെ എനർജി മുഴുവൻ വലിച്ചെടുക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയും? അത് ഹീലർ, അതേ ഞാൻ പറഞ്ഞ തേർഡ് ഐ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കിൽ അവരെ ഓറ നോക്കിയാൽ മതി. ഓറയിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും, ഇങ്ങനെ ഒരു പുക പോലെ ഇങ്ങനെ ഉണ്ടാവും, ഓറയിൽ മനസ്സിലാവും. അപ്പം നമ്മൾ ആ എനർജി, ആ എൻറ്റിറ്റി നമുക്ക് വാണിങ് തരും. ഒരു ഹീലർ ആണെങ്കിൽ അങ്ങനെ എത്ര പ്രാവശ്യം വാണിങ് തരും, ഇടപെടരുത് എന്ന്. അതാ പറഞ്ഞ ഒരു ഹീലർക്ക് മെയിൻ വേണ്ടത് ഇതാണ്. ഇടപെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണോ ഇത് നമുക്കില്ല വാണിങ് ആണ്. അപ്പൊ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിനെ പറ്റി കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. എന്താ അതേ സ്ഥാനത്ത് നമ്മൾ സാധാരണ ഒരു ഹീലർ ആണെങ്കിൽ അതിൽ പോയി ഇടപെട്ടാൽ ഈ എൻറ്റിറ്റി നമ്മളെ ഉപദ്രവിക്കും. ഹീലറും അത് ഏറ്റുവാങ്ങേണ്ടി വരും. ചില ആൾ പറഞ്ഞിട്ട് ഞാൻ ഇന്നൊരാളെ ഹീൽ ചെയ്ത് എനിക്ക് 2-3 ദിവസമായി എൻ്റെ കാര്യം പോക്കാന്ന് പറയും. അന്ത് ഈ എൻറ്റിറ്റി നമ്മളെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആ സ്പിരിറ്റ് ഞാൻ പറഞ്ഞില്ല, അതെന്തോ കാരണത്താൽ അവിടെ നിന്നിട്ടില്ലേ. അപ്പോൾ അത് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാണ്ട് എൻ്റെ കയറി ഇടപെടുന്നതെന്ന്, നിന്നെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പം നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? അത് മനസ്സിലാക്കിയിട്ട് വേണം ഹീൽ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഉൾട്ടയായിട്ട് തിരിച്ചടി വരും. ഈ ചില ആളുകൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ വൈബ്രന്റ് ആവും. അതെന്തെങ്കിലും എൻറ്റിറ്റി വരുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷന്റെ പവർ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ഞാൻ അതാ പറഞ്ഞ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ ചുറ്റിലുള്ള ഫ്രീക്വൻസി ചേഞ്ച് ആവാൻ തുടങ്ങും. നമ്മുടെ ബോഡി ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും, ഒരു ഫ്രീക്വൻസിനെ.
അപ്പോൾ ഈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുമ്പം ഓരോ എനർജിക്ക് ഓരോ ഫ്രീക്വൻസി വൈബ്രേഷൻ റേഞ്ച് ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഫ്രീക്വൻസിയിൽ വരുമ്പോൾ ആ ടൈപ്സ് ഓഫ് എനർജി അട്രാക്റ്റ് ആവും. ഇപ്പം നമ്മൾ പറയുന്നില്ല, നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അത് ടൈപ്പ് ഓഫ് ആളാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക. ഇപ്പൊ ചില ആൾ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാം എന്നെ പറ്റിക്കുന്ന ആള്, അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിൽ എന്തോ പ്രോബ്ലം ഉണ്ടോന്ന് അർത്ഥം. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഈ വരുന്ന ആൾക്കാർ പകുതിക്ക് വെച്ച് തന്നെ ഡിസ്ചാർജ് ആയി പോകും, ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് പോകും. അതല്ല നമ്മൾ കറക്റ്റ് ആയിട്ടില്ല, ഇതല്ല, അതിന്റെ അർത്ഥം നമ്മളിലേക്ക് അങ്ങനത്തെ ആൾക്കാർ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരെയല്ല നമ്മളെയാണ്. നമ്മുടെ ഉള്ളിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, അതാണ് അങ്ങനത്തെ ആൾക്കാർ വരുന്നത്. നമ്മളെ ശരീരത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി, നമ്മുടെ ചക്രാസിൽ വർക്ക് ചെയ്താൽ ആ ടൈപ്സ് ഓഫ് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ഫ്രീക്വൻസിയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ടൈപ്സ് ഓഫ് ആളെയാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിനും കാരണമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ കണ്ടാന്ന് ഈ സാധാരണ ഇതിലേക്ക് വന്നിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫ്രണ്ട് സർക്കിൾ എല്ലാം ചെറുങ്ങനെ കുറയാൻ തുടങ്ങും. ചിലർക്ക് ഫാമിലി ലൈഫ് തന്നെ കാണില്ല. ഫാമിലി അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ അവരെ ഫ്രീക്വൻസി നമ്മളായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, അത് യൂണിവേഴ്സിന്റെ ഒരു ഇതായിരിക്കും, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ വീണ്ടും കമ്പനി ആക്കേണ്ട ആവശ്യമില്ല. അവർ ഒഴിഞ്ഞു പോകുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും, അത് നമ്മൾ സ്ലോലി അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിന് വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ എനർജി ഫ്രീക്വൻസി റേഞ്ച് ഹൈ ആകുന്നതുകൊണ്ട് പല ടൈപ്സ് ഓഫ് ആൾക്കാർ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകും. നമ്മൾ അവരോട് ദേഷ്യമോ ഒന്നും ചെയ്യേണ്ട, ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റൂല. അതങ്ങനെയാണ്, യൂണിവേഴ്സിന്റെ ഒരു നിയമമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ പോകുന്നതിനാ നമ്മൾ വീണ്ടും എന്തെങ്കിലും സ്പെല്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ഇത് ചെയ്തിട്ടോ നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും അത് ഇതിന് വിരുദ്ധമായിട്ടേ വരൂ. അല്ല, ഇന്ന് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വശ്യമൊക്കെ ചെയ്ത് പോയ ആളുകളെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ തന്നിലേക്ക് അടുപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്ന ഭാര്യ ഭർത്താവ് ഭാര്യയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റൊരാളെ ഭാര്യയൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റൊരാളെ ഭർത്താവിന്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഒരു ഹീലറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം, ഇപ്പോഴത്തെ കാലത്ത് ഒരു റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടി വന്നാൽ ആദ്യം നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മളടുത്ത് വരുന്ന ആള് പറയാ, അവരെ സൈഡാ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് ഇത്ര ആള് ഭയങ്കര കമ്പനിയാണ്, ഇപ്പൊ അവര് ഇതില്ല, അങ്ങനെ ഇങ്ങനെയാണല്ലോ. പക്ഷെ നമ്മൾ ഇതെന്തെങ്കിലും ചെയ്തു കൊടുത്ത ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആള് മറ്റൊരാളെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ ഭർത്താവായിരിക്കും, അവരെയാണ് നമ്മൾ അട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചിലപ്പോൾ അട്രാക്റ്റ് ആവും, നമ്മൾ ചെയ്ത ഈ എനർജി ചെയ്ത പക്കയായിട്ട് അട്രാക്റ്റ് ആവും. പക്ഷേ ഇത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതെവിടെ പോവും, നേരെ നമ്മളിലേക്ക് വരും, നമ്മുടെ ഫാമിലി ലൈഫ് ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് ഇത് നമ്മൾ പറയുന്ന പോലെ 2 ഭാഗം മൂർച്ചയില്ല വാളാണ്, അങ്ങോട്ടും അടിക്കുക ഇങ്ങോട്ടും അടിക്കുക. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് കർമ്മ ഉണ്ടാക്കുന്ന ഒരു കേസാണ്. ഇപ്പം നമ്മൾ മൈൻഡ് മാനിപ്പുലേഷൻ ചെയ്യുന്നില്ല, ഒരാളെ സ്പെല്ല് ചെയ്തിട്ട് നമുക്ക് മൈൻഡിനെ മാനിപ്പുലേഷൻ ചെയ്യാം. പക്ഷെങ്കിൽ ഇതെല്ലാം കർമ്മ ഉണ്ടാക്കും, നമുക്ക് നാളെ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും, പക്ഷെ എല്ലാവർക്കും ഇപ്പൊ താല്പര്യം അതാ, ഈ മാനിപ്പുലേഷൻ ചെയ്യുക, ആൾക്കാർ മൈൻഡ് ചേഞ്ച് ചെയ്യുക, ഒരാളെ അട്രാക്ട് ചെയ്യുക, വശീകരണം ചെയ്യുക. പക്ഷെ ഈ വശ്യം എന്ന് പറയുന്ന എല്ലാം ഇതല്ല കേട്ടോ. വശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇതല്ല. ഇപ്പം നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഭാര്യനെ അട്രാക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർ തമ്മിൽ അട്രാക്ഷൻ പോയതായിരിക്കും. അപ്പൊ അതിൻ്റെ അടുക്ക് നമുക്ക് വശ്യം ചെയ്യുന്നതിൽ തെറ്റില്ല, കാരണം അവരൊരു ലൈഫ് ഒന്നിക്കാൻ വേണ്ടിയല്ലേ. ഈ മറ്റൊരാളെ ഇത് ലൈഫിലേക്ക് എൻട്രി ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് പ്രോബ്ലം. അപ്പൊ നമ്മൾ കർമ്മേനെയും കൂടി ഇതിലേക്ക്, അവർക്ക് താല്പര്യമില്ലാത്തവരടുത്ത് നമ്മൾ വശ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. നമ്മൾ അത് ഇതായിരിക്കില്ല, യൂണിവേഴ്സൽ ലോന് എതിരായിരിക്കും. നമ്മളിപ്പോ ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമമായിട്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം യൂണിവേഴ്സിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന യൂണിവേഴ്സൽ ലോ ഉണ്ട് ഇവിടെ. അപ്പൊ ആ ലോൺ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോക്ക് എതിരായിട്ട് പോകുമ്പോ അല്ലേ നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കാം നമ്മളോട്. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇതിലും ഈ ഒരു ഹീലിങ്ങിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഹീൽ ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഇതുമാതിരിയിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇപ്പം ഞാൻ ഈ കാണുന്നതിൽ വെച്ച് അധികം ആളും ചെയ്യുന്നത്, നമ്മളൊരു ദിവസം ഒരു ഹീലർ ആണെങ്കിൽ നമ്മളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ എനർജീസിനും നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ചെയ്യണം. നമ്മുടെ അടുത്ത് എനർജി വരുമ്പോൾ അതിൽ മിക്സഡ് ആയിട്ട് ഉണ്ടാവുക, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, എല്ലാ ടൈപ്സ് ഓഫ് എനർജീസ് നമ്മളൊരു ദിവസം ഒരു സ്പിരിച്വൽ പേഴ്സൺ അട്രാക്ട് ചെയ്യും പല ഭാഗത്തുനിന്നും. ഇതെല്ലാം നമ്മുടെ ഓറയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ദിവസം ഒരു ഹീലർ ആണെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം മസ്റ്റായി ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ ഇത് കിടക്കും, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ
എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് റിലേഷൻഷിപ്പ് എല്ലാം വരും. ഇപ്പം നമുക്കൊന്നും കാണൂല. ഒരു 5 കൊല്ലം 10 കൊല്ലം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ചിലപ്പം പെട്ടെന്ന് വരും, ചിലപ്പോൾ ലേറ്റ് ആവും. ആ സമയമാകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡി നമുക്ക് വയസ്സും കൂടും, നമ്മൾ ഓൾറെഡി വീക്കാകുന്ന സമയത്താണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരിക. അന്നേരമാണ് വലിയ വലിയ അസുഖങ്ങളായിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇന്നേ ഇപ്പോൾ ഒരു ഓറയിൽ നമുക്ക് ഇന്നൊരു അസുഖം വരുന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് നിങ്ങൾ ഓറ നോക്കിയാൽ മനസ്സിലാവും, അതിലുണ്ടാവും ആ ഒരു ഇതവിടെ ഉണ്ടാവും. അത് ക്രാക്ക് ചെയ്ത് നിങ്ങൾ ഓരോ ബോഡിയിലേക്ക് ഇറങ്ങി ലാസ്റ്റാണ് ഫിസിക്കലിൽ വരുന്നത്. അന്നേരം നമുക്ക് മനസ്സിലാവും ഈ ഓറ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നതാണോ? ഇപ്പോ ഞാൻ അങ്ങയുടെ അടുത്തിരിക്കുകയാണ്, അപ്പൊ എന്റെ ഓറ അങ്ങക്ക് സെൻസ് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് നിങ്ങൾ ഓരോ സെൻസ് ചെയ്യുക, മറ്റുള്ളവർ ഓരോ സെൻസ് ചെയ്യുക. സെൻസ് അല്ല അത് നമ്മൾ കാണലാണ്. അത് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രാക്ടീസാണത്. അത് നല്ല നല്ല ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളൊരാൾ നടന്നു വരുമ്പോൾ തന്നെ അയാൾക്ക് എന്താ ഓറ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഓറയുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും? ഓറയുണ്ട്, കാണാൻ പറ്റും. ഓറ ഒരു ഹീലർക്ക് ഓറ കാണാൻ പറ്റണോ? അത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം സാധാരണ ഒരു ചോദ്യമാണ്. ഒരു ഹീലർക്ക് ഓറ കാണാൻ പറ്റൂല, പിന്നെ എങ്ങനെ ഹീൽ ചെയ്യും? അയാൾ ഓറയിൽ ചേഞ്ച് ഉണ്ടോ എന്ന് കാണണ്ടേ? ഇപ്പൊ എന്റെ ഓറയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ നിങ്ങളെ ഓറയിൽ ഓൾറെഡി ഉണ്ട്, ഓറ ഇതായിട്ടുണ്ട്, വൈബ്രന്റ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അറിയില്ല. ഓറ വൈബ്രന്റ് ആയിട്ടുണ്ട്, ഒരു വെളുത്ത ഒരു ഇതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനർജി റിലീസ് ആവുന്നുണ്ടോ ബോഡിയിൽ നിന്ന്, അതെന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഓറ നോക്കിയിട്ട് പറയാൻ പറ്റും, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണെന്നില്ല. അപ്പം ഇപ്പം എൻ്റെ നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ, ഏതൊരു വ്യക്തിൻ്റെ ഓറ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഓറ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചക്രകൾ ആകത്തുകയാന്ന് ഓറ. ഞാൻ ഈ പറഞ്ഞ ചക്രകൾ എല്ലാം ഓക്കെ ആണെങ്കിൽ വലിയ ഓറയുള്ള ആളായിരിക്കും. ഓറനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീബുദ്ധൻ അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏകദേശം ആ സമയത്ത് ഈ അടി ഉണ്ടല്ലോ, ഫീറ്റ്, അങ്ങനെ എന്തൊരു 300 ഫീറ്റോളം ഉണ്ട് എന്നില്ല അങ്ങനെ പറയുന്ന കേട്ടെ. അതെത്തോളം വിശ്വാസം ഉണ്ടോ അറിയില്ല. പക്ഷെ അതിനൊരു ഇതായിട്ടുള്ളൊരു കഥയുണ്ടായിരുന്നു. ഈ അങ്കുലിമാല എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്, അയാൾ ആൾക്കാരെ കൊന്നിട്ട് കഴുത്തുക. അപ്പോൾ ഈ ബുദ്ധനോട് പറഞ്ഞ ആ വനത്തിലേക്ക് കൂടി പോകണ്ട, അയാളുണ്ട് എന്ന്. ബുദ്ധൻ പറഞ്ഞ സാരമില്ലാന്ന്. അപ്പോൾ ഇദ്ദേഹം നടന്നു വരുമ്പോൾ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൂരത്താന്ന് പറഞ്ഞത്, അത് നമുക്ക് മാക്സിമം ഒരാളെ മനസ്സിലാവുന്ന ഒരു ദൂരം ഉണ്ടല്ലോ, ആ ദൂരത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ശ്രീബുദ്ധനെ കണ്ടതെന്ന് പറയുന്നത്. അവിടെ നിന്ന് അയാളെ മൈൻഡിനെ ചേഞ്ച്, അതായത് മനസ്താപം വന്നു. അത്രയും ദൂരം നിന്നിട്ട് അയാൾക്ക് മനസ്താപം വന്ന് അയാൾ അവിടെ നിന്നിട്ട് കാലിന് വീണെന്ന് പറഞ്ഞു. ശ്രീബുദ്ധന്റെ അത്രയും ദൂരം നിന്നിട്ട് കാലിന്. അപ്പോൾ ഈ ഓറ ഇത്രയും ദൂരത്തുനിന്ന് അദ്ദേഹത്തിന്റെ മൈൻഡിനെ ഈ ഓറ ചേഞ്ച് ചെയ്തില്ലേ. അപ്പോൾ അത്രയും പവറുള്ള ആ ഗുരുക്കന്മാരുണ്ട്, ഓറയില്ല ആൾക്കാർ. അപ്പം നമ്മൾ കുറച്ചു നേരം നിങ്ങളിപ്പോൾ സാധാരണ ഒരാൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമുക്ക് ആരോടാണ് സംസാരിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്, അതിൻ്റെ അർത്ഥം അയാൾ ഓറ നല്ലതായിരിക്കും. അതിൽ നിന്ന് ട്രാൻസ്ഫർ ആവും ഇങ്ങോട്ടേക്ക്. അതേസമയം നമുക്ക് ആരോടാണ് സംസാരിക്കുമ്പോൾ ദേഷ്യം തോന്നുന്നത്, വിദ്വേഷം തോന്നുന്നത്, ചിലപ്പോൾ നമ്മൾ അടുത്ത ആളായിരിക്കും, അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലനെ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നില്ല. അതേലും വേറെ വഴിയില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് നിങ്ങളത് സഹിച്ചു തന്നോളുക. വേറെ ഒന്നും ഇതിൽ ഈ എനർജി വേൾഡിൽ ബന്ധങ്ങളില്ല. അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഫ്രീക്വൻസികളും ഈ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അവരുടെ ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ പോകണം. ഇപ്പം നമ്മുടെ ഭാര്യ ആയാലും ഭർത്താവായാലും അവരുടെ ഫ്രീക്വൻസി റേഞ്ച് താഴെയാണെങ്കിൽ എപ്പോഴും അടിയായിരിക്കും അവിടെ. അവർ തമ്മിൽ മാച്ച് ആവില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഒന്നിക്കല് നമ്മൾ അവരെ ഹീൽ ചെയ്ത് നമ്മൾ അവരെ ഫ്രീക്വൻസി റേഞ്ച് കൂട്ടുക. ഫ്രീക്വൻസി താഴോട്ട് പോകാൻ ഭയങ്കര ഈസിയാ, ഒന്നും ചെയ്യാണ്ട് നിന്നാൽ മതി, താഴോട്ട് പോകും. അപ്പം നമ്മൾ ഉയരണം, അവർ ഉയർത്തുണ്ടെങ്കിൽ നമ്മളെന്താ അവർക്കും കൂടി ഹീൽ ചെയ്തിട്ട് നമ്മളെ ഒരുമിച്ച് കൊണ്ടുപോകണം, എന്നാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ആയി പോകും. എന്തായാലും എനിക്കൊന്നു ബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ഹീലിംഗ് മെത്തേഡും കൂടെ അങ്ങ് ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയാമോ? ലാമാഫെറ എന്ന് പറയുന്നത്, ലാമാഫെറ എന്ന് പറയുന്നത് പകുതി താന്ത്രികമാണ്. ഇപ്പോൾ റേക്കി താന്ത്രികല്ല, റേക്കി ഫുള്ളി ഒരു എനർജി ഹീലിംഗ് സിസ്റ്റമാണ്. അതിൽ താന്ത്രിക വരുന്നില്ല. താന്ത്രികം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു കർമ്മം ചെയ്യുന്ന പോലത്തെ ഒരു കർമ്മം എന്ന് വെച്ചാൽ ഈ പൂജയെല്ലാം ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് താന്ത്രികം എന്ന് പറഞ്ഞത്. അപ്പം അതും കൂടി മിക്സ് ചെയ്തിട്ടില്ല എന്ന് ലാമാഫെറ എന്ന് പറയുന്നത്. ലാമാഫെറയിൽ നമ്മൾ റേക്കി ചെയ്യുന്ന പോലെ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടല്ല, അതിന് ടൂൾസ് ഉണ്ട്. താന്ത്രികാണ്ട് അതിന് ടൂൾസ് ഉണ്ട്. ഒരു മാലയുണ്ട്, സ്റ്റിക്ക് ഉണ്ട്, മെറൂൺ റോബ് ഉണ്ട്, അത് ഇട്ടിട്ട് വേണം. അതിൻ്റെ ഡ്രസ്സ് ഉണ്ട്, അതിട്ടിട്ടാണ് ചെയ്യുക. ആരാണോ ക്ലയൻറ്റ് അല്ലെ രോഗി അവരെ കിടത്തി ഇൻ പേഴ്സൺ ആയിട്ടാണ് ചെയ്യുക.
ഇനിയിപ്പോൾ അതല്ല ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സിസ്റ്റം വേറെയാണ്. അപ്പം ഇത് 2 ഇങ്ങനെ ശ്രീബുദ്ധൻ ഒരു ലേഡീനെ ഹീൽ ചെയ്തതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പം അതൊരു വലിയൊരു തുടങ്ങാൻ വേണ്ടി. അപ്പം ഈ ലേഡി നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവും, ഒരു കുട്ടി മരിച്ചു പോയിട്ട് ഈ ലേഡി പറയുന്നത് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശ്രീബുദ്ധൻ്റെ അടുത്ത് പോട്, അദ്ദേഹം ചില സമയം ജീവിപ്പിക്കുമെന്ന്. അങ്ങനെ പോയപ്പം ശ്രീബുദ്ധൻ പറഞ്ഞ് ഇതെനിക്ക് പറ്റിയല്ല. അപ്പോൾ പറഞ്ഞു ഒരു രക്ഷയില്ല, ചെയ്തു തരണം. ഓക്കെ, എന്നാൽ ഏത് വീട്ടിലാണോ മരണമില്ലാത്ത അവിടുന്ന് കുറച്ച് കടുക് മേടിച്ചിട്ട് വന്നു. അപ്പം അങ്ങനെ എല്ലാ വീട്ടിൽ പോയപ്പോൾ ഈ കടുക് എടുക്കാൻ പറ്റില്ല, എല്ലാ വീട്ടിലും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലേഡിക്ക് തിരിച്ചു വരുമ്പം മനസ്സിൽ ഇതുണ്ടായി, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, കാരണം ഇതൊരു സത്യമാണ് മരണം, ആത്യന്തികമായ ഒരു സത്യമാണ്. അപ്പം ഞാൻ ഇതിൽ മാനിപ്പുലേഷൻ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല. അങ്ങനെ വന്നിട്ട് ശ്രീബുദ്ധൻ്റെ കാലിൽ വീണെന്ന് പറഞ്ഞു. അവരൊറ്റ കിടത്താന്ന് ഇങ്ങനെ കാലിൽ വീണിട്ട് അവിടെ കിടന്നടിക്കാൻ എഴുന്നേറ്റില്ല. അത് ഞാൻ സാഷ്ടാംഗം. അപ്പോൾ ശ്രീബുദ്ധന് മനസ്സിലായി ഈ ലേഡിക്ക് അനുഗ്രഹം കൊടുക്കണം. അപ്പോൾ ശ്രീബുദ്ധൻ എന്ത് ചെയ്ത് ഇങ്ങനെ തലഭാഗം ഇങ്ങനെ ചുറ്റിയിട്ട് 1, 2, 2.5 ചുറ്റാന്ന് ഈ ശ്രീബുദ്ധൻ ചുറ്റി എന്ന് പറഞ്ഞു. ഈ ലേഡീനെ ചുറ്റി കാലിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് ഹീലിംഗ് ചെയ്ത ഒരു സിസ്റ്റാണ് ഫെറ. അപ്പോൾ അത് ലാമകൾ ചെയ്യുന്നതുകൊണ്ട് ലാമ ഫെറ. ഈ 2.5 ചുറ്റിനെയാണ് ഈ ഫെറ എന്ന് പറയുന്നത്, ഈ ചുറ്റുന്നതിന്. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രീബുദ്ധൻ ചെയ്തത് അത്രയും പവർഫുള്ളായ വ്യക്തി കൈകൊണ്ട് ചെയ്താലും മതി. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളൊരു മാലയുണ്ട്, പിന്നെ ആ സ്റ്റിക്കുണ്ട്, ആ സ്റ്റിക്കിലാണ് എനർജി ഉണ്ടാക്കുക. നമ്മൾ ഈ ശ്രീബുദ്ധൻ്റെ എനർജി നമ്മൾ ഇതിലേക്ക് വായിക്കും. ഞാനല്ല ചെയ്യുന്നു, ശ്രീബുദ്ധനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഹീലിങ്ങിൽ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. ഇത് നമ്മളിപ്പം ഇന്നയാൾ ഹീലാവട്ടെ അല്ലെ ഇന്നേത് ഇതാവട്ടെ എന്നില്ല ഇത് കൊടുക്കാൻ പാടില്ല. അയാൾ ഹയ്യസ്റ്റ് കൂടി ചിലപ്പോൾ ഈ നമ്മളൊരാൾ ഇവിടെ ഭൂമിയിലേക്ക് ജന്മം എടുക്കുന്നതിന് മുമ്പേ സോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ആകാശിക്കലാന്ന് കൂടുതൽ പറയുന്നത്, അത് ഞാനിപ്പം പറയാൻ പിന്നെയും കൂടും. അപ്പം സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് പറയും, ഓ ഇതൊന്നും പ്രശ്നമല്ല, ഞാനെല്ലാം അനുഭവിച്ചിട്ട് തീർത്തോളാം, ഈ സോൾ കോൺട്രാക്ട് എന്താ രോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇപ്പൊ ക്യാൻസർ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ചിട്ട് തീർത്തോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ വരിക. ഇവിടെ എത്തുമ്പോൾ നമ്മളെ മൈൻഡിന്റെ ഇത് മാറും. അയ്യോ എനിക്ക് പറ്റൂല, അസ്വസ്ഥതകളൊന്നും പറ്റൂല, എനിക്ക് നല്ല പണം വേണം, ആരോഗ്യം വേണം. അപ്പോൾ നമ്മൾ ഓടാൻ തുടങ്ങും, ഇതെങ്ങനെ മാറ്റും. അപ്പോൾ ഒരു ഹീലർ ഉണ്ട് എന്ന് പറയും, ഹീലറുടെ അടുത്തേക്ക് പോകും. ഹീലർ ഇതിൽ ചെയ്ത ഒരാളെ കർമ്മ അനുഭവിക്കണം എന്നെങ്കിൽ ഏത് ഹീലർ വന്നാലും അത് മാറ്റാൻ പറ്റൂല. അതങ്ങനെ തന്നെയാണ്. ആ കർമ്മം ഒരിക്കലും ട്രാൻസ്ഫർ ആയിട്ട് വരുമെന്നില്ല. പക്ഷെ ഈ ഗുരുക്കന്മാർക്കൊരു പവർ ഉണ്ട്. ഈ ശ്രീബുദ്ധൻ ഈ സ്ത്രീയും ചെയ്ത പോലെ അവരെ കർമ്മേനെ അവർക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അവരെ ഗുരു എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ സ്പിരിച്വൽ ടീച്ചേഴ്സാണ്. നമ്മളൊന്നും ഗുരുവിൻ്റെ ഇതിലേക്ക് കാരണം നമ്മൾ ഗുരു എന്ന് പറഞ്ഞാൽ കാണുന്നത് ശ്രീബുദ്ധനെയും സായിബാബയും സിദ്ധി സായിബാബേനെയും എല്ലാം നമ്മൾ ഗുരുക്കന്മാരായിട്ട് കാണുന്നത്. നമ്മളിപ്പം ഗുരു എന്ന് വിളിക്കുക നമ്മൾ ആ റേഞ്ചിലേക്ക് എത്തൂലല്ലോ. നമ്മൾ സാധാരണ ഇല്ല ടീച്ചേഴ്സ്, സ്പിരിച്വൽ ടീച്ചേഴ്സ്, അത്ര മാത്രമേ നമുക്കെല്ലാം പറയാൻ പറ്റൂ. അപ്പം നമ്മൾ അവരെ ആ ഒരു ഇത് ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം അന്നേരം എന്താവും ഹീലിംഗ് അവിടെ നടക്കും. അപ്പം നമ്മൾ ബ്ലെസ് ചെയ്യുക. അത് ചില ബ്ലെസ്സിങ്സിന് എന്താ പറയുക, നമ്മൾ പറയില്ലേ 1000 കോഴിക്ക് അരക്കാടാന്നില്ല, അതുപോലത്തെ ഒരു ഇതാണ്. ചില ബ്ലെസ്സിങ്സിന് ഈ കർമ്മസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവും, പവർ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗുരുക്കന്മാർ. അപ്പോൾ ശ്രീബുദ്ധന് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ എന്തായിരിക്കും, ഒരാളെ കർമ്മ ക്ലെൻസ് ചെയ്യാനില്ല. അപ്പോൾ ആ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാം. നമ്മൾ റിസൾട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പാടില്ല, നമ്മൾ സറണ്ടർ ആയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ എന്താവും, നമ്മളും ഇതിൽ നിന്ന് രക്ഷപ്പെടും. ഈ എനർജീൻ്റെ ആ അറ്റാക്ക് ഉണ്ടല്ലോ, തിരിച്ചടി, ബാക്ക് ഫയർ, അത് നമ്മളിലേക്ക് വരില്ല. അങ്ങനെയാണ് റേക്കിയിലെല്ലാം പറ്റുന്ന വെച്ചാൽ നമ്മൾ ഇൻറ്റൻഷൻ വെക്കും, ഇത് മാറട്ടെ ഇത് മാറട്ടെ എന്ന്. ഇത് മാറട്ടെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻറ്റൻഷൻ കൊടുക്കുക. അപ്പം നമ്മൾ അവിടെ ഒരു എന്താ പറയുക റെസിസ്റ്റൻസ് ഉണ്ടാക്കിയത് നമ്മൾ അവരായിട്ട്. അതേസമയം നമ്മൾ പറയാം അവരെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടി ഇത് മാറട്ടെ, ഹയസ്റ്റ് ഗുഡിന് വേണ്ടി, ഹയസ്റ്റ് ഗുഡ് അവരെ നല്ലത് സോളിൻ്റെ നല്ല ഇതെന്താണോ അതിന് വേണ്ടിയാങ്കിൽ ഇത് മാറട്ടെ, അവരെ ബ്ലസ് ചെയ്തിട്ട് അവർക്ക് ഗുണം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ നമ്മൾ പ്രേ ചെയ്യാൻ പാടും. നമുക്ക് ബാക്ക് ഫയർ വരില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ലമഫെറ. ലമഫെറയിൽ 1, 2 പിന്നെ വരുന്ന മാസ്റ്റർ ടീച്ചറാണ്. ഈ 3 ലെവലാണുള്ളത്. അതിൽ 1ൽ 6 സിമ്പിൾസ് വെച്ചിട്ടുള്ള ഹീലിംഗ് ആണ്. 2ൽ മാസ്റ്റർ ഹീലിംഗ്, അത് പിന്നെയും 6 സിമ്പിൾസ് വരും. അടുത്ത വരുന്നത് ടീച്ചർ, മാസ്റ്റർ ടീച്ചർ, ഒരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന ലെവലിലാണ്. നമുക്ക് വേറെ ആളെ പഠിപ്പിക്കാം. അത് ഒരു സിമ്പിൾസ് മെയിനായിട്ടല്ല, അതിലൊരു 4 സിമ്പിൾസ് ഉണ്ട്. പക്ഷെ അതിലാണ് നമുക്ക് സ്പിരിറ്റ് റിമൂവൽ ഇതെല്ലാം ഇതിൽ പഠിക്കാം. സ്പിരിറ്റ് റിമൂവൽ ചെയ്യുന്ന പഠിക്കാം,
പിന്നെ വീടിനെ ഹീൽ ചെയ്യാം. നമ്മളൊരു വീടിനെ നമുക്ക് ഹീൽ ചെയ്യാം. എന്തും പെറ്റ്സ് ആയിക്കോട്ടെ, എന്തിനു ഹീൽ ചെയ്യാം. പക്ഷെ നമ്മൾ വീടിനെ വേണ്ടിക്ക് ഹീൽ ചെയ്യാം. നമ്മളെ കാറിനെ വേണമെങ്കിൽ ഹീൽ ചെയ്യാം, എന്തിനു വേണമെങ്കിൽ ഹീൽ ചെയ്യാം. അതെല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഇതിൽ വേറൊരു സിസ്റ്റം ആണെന്ന് മാത്രം. പക്ഷെ അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീഡിയോ ആയിരിക്കാം. ഒരുപാട് താങ്ക് യു.